ഭൗമരാഷ്ട്രീയത്തിന്റെ ചതുരംഗ പലകയിൽ സുഹൃത്തുക്കളും ശത്രുക്കളും തമ്മിലുള്ള അതിർവരമ്പുകൾ എത്രത്തോളം നേർത്തതാണെന്ന് കാലം പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട്. ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നാം കണ്ടുകൊണ്ടിരുന്ന നാടകീയമായ മാറ്റങ്ങൾ ഇതിന് അടിവരയിടുന്നു. ഒരു വശത്ത് ഇന്ത്യ ഔട്ട് വിളികളുമായി നിരത്തിലിറങ്ങിയ അയൽ രാജ്യങ്ങൾ, മറുവശത്ത് അതേ ഇന്ത്യയുടെ കനിവിനായി കൈനീട്ടുന്ന ഭരണാധികാരികൾ. ഈയൊരു മാറ്റത്തിന് പിന്നിലെ പ്രധാന ചാലക ശക്തി പശ്ചിമേഷ്യയിൽ പടരുന്ന ഇറാൻ യുദ്ധവും അതുണ്ടാക്കിയ രൂക്ഷമായ ഊർജ്ജ പ്രതിസന്ധിയുമാണ്. വൈകാരികമായ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളെക്കാൾ വലുത് അതിജീവനത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളാണെന്ന് ഈ അയൽരാജ്യങ്ങൾ തിരിച്ചറിയുന്ന കാഴ്ചയാണ് ഇന്ന് ദക്ഷിണേഷ്യയിൽ നിഴലിക്കുന്നത്. ലോകത്തിൻ്റെ ഊർജ്ജ നാഡി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹോർമൂസ് കടലിടുക്ക് ഇറാൻ യുദ്ധത്തെ തുടർന്ന് അസ്ഥിരമായതോടെ ഏഷ്യൻ രാജ്യങ്ങളെല്ലാം കടുത്ത പ്രതിസന്ധിയിലായി. ഏഷ്യയിലേക്ക് എത്തുന്ന ക്രൂഡ് ഓയിലിൻ്റെ 90% കടന്നു പോകുന്നത് ഈ പാതയിലൂടെയാണ്. യുദ്ധം മുറുകിയതോടെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളുടെ ഇന്ധന ഇറക്കുമതി താളം തെറ്റി. എന്നാൽ ഇറാനുമായി ചരിത്രപരമായ സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന ഇന്ത്യക്ക് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഇന്ധന കപ്പലുകളുടെ നീക്കങ്ങളിൽ ചില ഇളവുകൾ ലഭിച്ചു. ഇന്ത്യയുടെ പാചകവാതക പെട്രോളിയം ടാങ്കറുകൾക്ക് ഇറാൻ സുരക്ഷിതമായ പാതയൊരുക്കിയത് വലിയ ആശ്വാസമായി. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ തങ്ങളുടെ പക്കലുള്ള ഇന്ധന ശേഖരം അയൽ രാജ്യങ്ങളുമായി പങ്കുവയ്ക്കാൻ തയ്യാറായതും അത് മേഖലയിലെ രാഷ്ട്രീയ കാലാവസ്ഥയെ മാറ്റിമറിച്ചതും. ബംഗ്ലാദേശിലെ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് പിന്നാലെ ഉയർന്നു വന്ന തീവ്രമായ ഇന്ത്യ വിരുദ്ധത ഇന്ന് ഒരൽപ്പം തണുത്ത മട്ടിലാണ്. ഷെയ്ഖ് ഹസീനയുടെ പുറത്താക്കലിന് പിന്നാലെ അധികാരമേറ്റ ഇടക്കാല സർക്കാരിൻ്റെ കാലത്ത് ഇന്ത്യയുമായുള്ള ബന്ധം ചരിത്രത്തിലെ ഏറ്റവും മോശം അവസ്ഥയിലായിരുന്നു. ബോയ്ക്കോട്ട് ഇന്ത്യ പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിലും തെരുവുകളിലും അലയടിച്ചു. എന്നാൽ യുദ്ധം സൃഷ്ടിച്ച ഇന്ധനക്ഷാമം ബംഗ്ലാദേശിൻ്റെ സാമ്പത്തിക നട്ടെല്ലായ വസ്ത്രനിർമ്മാണ മേഖലയെ തളർത്തി. വൈദ്യുതി നിലയങ്ങൾ ഒന്നൊന്നായി അടച്ചുപൂട്ടേണ്ടി വന്നു. കടുത്ത പവർ കട്ട് കാരണം സർവകലാശാലകൾ വരെ അടച്ചുപൂട്ടേണ്ട സാഹചര്യം വന്നപ്പോഴാണ് താരിഖ് റഹ്മാന്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ ഇന്ത്യയുടെ സഹായം തേടിയത്. ഇന്ത്യ ബംഗ്ലാദേശ് ഫ്രണ്ട്ഷിപ്പ് പൈപ്പ് ലൈൻ വഴി ഡീസൽ എത്തിച്ചതോടെ ബംഗ്ലാദേശിലെ വ്യവസായ മേഖലയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടി. രാഷ്ട്രീയമായി ഇന്ത്യയെ എതിർക്കുമ്പോഴും അതിജീവനത്തിന് ഇന്ത്യയെ മാറ്റി നിർത്താനാവില്ലെന്ന തിരിച്ചറിവ് ധാക്കയിൽ പ്രകടമാണ്. മാലദ്വീപിന്റെ കാര്യമെടുത്താൽ ഈ മാറ്റം അതിശയിപ്പിക്കുന്നതാണ്. പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു അധികാരത്തിലേറിയത് തന്നെ ഇന്ത്യ ഔട്ട് എന്ന മുദ്രാവാക്യമുയർത്തിയാണ്. ഇന്ത്യൻ സൈനികരെ പുറത്താക്കിയും അതുപോലെ ചൈനയുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചും ഇന്ത്യയെ പ്രകോപിപ്പിച്ച മുയ്സുവിന് പക്ഷേ പശ്ചിമേഷ്യൻ യുദ്ധം വലിയൊരു പാഠമായി. ടൂറിസത്തെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന മാലദ്വീപിൻ്റെ വിമാനത്താവളങ്ങൾ ഇന്ധനമില്ലാതെ സ്തംഭിക്കുന്ന അവസ്ഥയിലെത്തി. ചൈനയോ മറ്റ് സൗഹൃദ രാജ്യങ്ങളോ സഹായത്തിനെത്താതിരുന്ന സാഹചര്യത്തിൽ മൊയ്സുവിന് ഒടുവിൽ ഇന്ത്യയെ തന്നെ ആശ്രയിക്കേണ്ടി വന്നു. ഇന്ത്യയെ വിശ്വസ്ത പങ്കാളി എന്ന് വിശേഷിപ്പിക്കാൻ മൊയ്സുവിനെ പ്രേരിപ്പിച്ചത് ഭൗമരാഷ്ട്രീയത്തിലെ ഈ അനിവാര്യതയാണ്. പെട്രോളും വിമാന ഇന്ധനവും നൽകി മാലദ്വീപിനെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാൻ ഇന്ത്യ മുന്നോട്ട് വന്നത് വലിയ നയതന്ത്ര വിജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം 2022 സാമ്പത്തിക തകർച്ചയുടെ കൈപ്പേറിയ ഓർമ്മകൾ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. അന്നത്തെ പ്രതിസന്ധിയിൽ ഇന്ത്യ നൽകിയ $4 ബില്യൺ സഹായമാണ് ആ രാജ്യത്തെ പിടിച്ചുയർത്തിയത്. എങ്കിലും ചൈനീസ് ചാരക്കപ്പലുകൾക്ക് തുറമുഖം വിട്ടു നൽകിയും മറ്റും ഇന്ത്യയുടെ സുരക്ഷാ താൽപ്പര്യങ്ങളെ ലങ്ക പലപ്പോഴും അവഗണിച്ചിരുന്നു. പുതിയ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായകെ അധികാരമേറ്റപ്പോഴും ഇന്ത്യയുമായി ഒരു അകലം പാലിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ഇറാൻ യുദ്ധം ഇന്ധനവില 33% വർദ്ധിപ്പിക്കാൻ ലങ്കയെ നിർബന്ധിതരാക്കി. ഒരു മാസത്തേക്കുള്ള ഇന്ധന ശേഖരം പോലും കൈവശമില്ലാതെ വന്നപ്പോൾ ദിസനായകെ പ്രധാനമന്ത്രി മോദിയെ നേരിട്ട് വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചു. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഇന്ത്യയിൽ നിന്ന് ഇന്ധന കപ്പലുകൾ കൊളംബോ തുറമുഖത്തെത്തിയത് ലങ്കൻ ജനതയ്ക്ക് വലിയ ആശ്വാസമായി. ഇന്ത്യയുടെ നെയ്ബർഹുഡ് ഫസ്റ്റ് അഥവാ അയൽപക്കത്തിന് പ്രഥമ പരിഗണന എന്ന നയം വെറുമൊരു വാചക കസർത്തല്ലെന്നാണ് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നത്. തങ്ങളെ ആക്ഷേപിക്കുകയും അകറ്റി നിർത്തുകയും ചെയ്തപ്പോഴും പ്രതിസന്ധി ഘട്ടത്തിൽ സഹായഹസ്തം നീട്ടാൻ ഇന്ത്യ മടിച്ചില്ല. ദക്ഷിണേഷ്യയുടെ ഊർജ്ജ സുരക്ഷയിൽ ഇന്ത്യ വഹിക്കുന്ന അനിവാര്യമായ പങ്ക് ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി വെളിപ്പെട്ടു. പശ്ചിമേഷ്യയിലെ സംഘർഷം തുടരുമ്പോൾ ഇന്ത്യയുടെ ഈ സഹായം അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം പുനർനിർമ്മിക്കാനുള്ള വലിയൊരു അവസരമായാണ് വിദേശകാര്യ മന്ത്രാലയം കാണുന്നത്. ആഭ്യന്തര ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെ അയൽക്കാരുടെ കണ്ണീരൊപ്പാൻ ഇന്ത്യ നടത്തുന്ന ശ്രമങ്ങൾ ആഗോളതലത്തിൽ തന്നെ പ്രശംസിക്കപ്പെടുന്നുണ്ട്. രാഷ്ട്രീയ വൈരാഗ്യങ്ങൾക്കും വിദ്വേഷ പ്രചാരണങ്ങൾക്കും അപ്പുറം ഭൂമിശാസ്ത്രപരമായ യാഥാർത്ഥ്യങ്ങളാണ് ഒരു രാജ്യത്തിൻ്റെ വിദേശ നയത്തെ നയിക്കേണ്ടതെന്ന് ഈ മാറ്റങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ചൈനയോ മറ്റേതെങ്കിലും വൻശക്തികളോ ആപൽഘട്ടത്തിൽ തുണയാകില്ലെന്നും അയൽപക്കത്തുള്ള ഇന്ത്യയാണ് യഥാർത്ഥ സുഹൃത്തെന്നും ഈ രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇറാൻ യുദ്ധം സൃഷ്ടിച്ച കനൽ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലെ മഞ്ഞുരുകാൻ കാരണമായി എന്നത് വിരോധാഭാസമായി തോന്നാം.
എങ്കിലും സമാധാനപരവും സുരക്ഷിതവുമായ ഒരു ദക്ഷിണേഷ്യയ്ക്ക് ഇന്ത്യയുമായുള്ള സഹകരണം അത്യന്താപേക്ഷിതമാണെന്ന സത്യം ഇനിയെങ്കിലും ഈ രാജ്യങ്ങൾ വിസ്മരിക്കില്ലെന്ന് പ്രത്യാശിക്കാം. വാക്കുകളേക്കാൾ പ്രവൃത്തിക്കാണ് മൂല്യമെന്നും പ്രതിസന്ധികളാണ് യഥാർത്ഥ ബന്ധങ്ങളെ ഉരച്ചു നോക്കുന്നതെന്നും ഈ ചരിത്രസന്ധി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഏകധ്രുവ ലോകത്തു നിന്ന് ബഹുധ്രുവ ലോകത്തേക്കുള്ള മാറ്റത്തിൽ ഇന്ത്യയുടെ പ്രസക്തിയും ഉത്തരവാദിത്വവും വർദ്ധിച്ചു വരികയാണ്. അയൽ രാജ്യങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഈ യാത്ര ദക്ഷിണേഷ്യയുടെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്കും സുസ്ഥിരതയ്ക്കും വഴി തുറക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.